ശബരിമലയിലെ 18-ാം പടി കയറ്റിവിടുന്ന പോലീസ് സംവിധാനം അത് ക്രൂരമായ ചില നടപടിക്രമങ്ങളിൽ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് മനസ്സിലായത്. ഞാൻ ഇന്നലെ 18-ാം പടി കയറിയ ആളാണ്. ഭക്തരോടൊപ്പം 18-ാം പടി കയറിയതാണ്. അപ്പോൾ ഭക്തരോടൊപ്പം 18-ാം പടി കയറിയ എൻ്റെ അനുഭവം വളരെ മോശം അനുഭവമാണ്. വളരെ മോശമായിട്ട് മാളികപ്പുറത്തും കുഞ്ഞുങ്ങളോടും അടക്കം വലിയ രീതിയിൽ എന്താ പറയുക, റൂഡായിട്ട് മര്യാദകെട്ട രീതിയിൽ വളരെ റഫായിട്ടുള്ള പെരുമാറ്റം അവിടെ നിൽക്കുന്ന പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അയ്യപ്പന്മാർ 18-ാം പടി കയറുമ്പോൾ അവരെ പുറകിൽ നിന്ന് തള്ളുന്നു. വലിയ തോതിൽ അവർ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ പോലീസുകാർ അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ സംഭവം ഒരുപക്ഷെ അവർ പറയുന്ന ന്യായം കൂടുതൽ ആൾക്കാരെ 18-ാം പടി കയറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതങ്ങേറ്റം ക്രൂരമാണ് ആ നിലപാട്. പ്രായമായ ആളുകൾക്ക് വരെ ഇവരുടെ ഈ തരത്തിലുള്ള തള്ളലിൽപ്പെട്ട് താഴേക്ക് വീഴുന്ന 18-ാം പടിയിൽ തന്നെ മുന്നുകുത്തി വീഴുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇത് പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം ശ്രദ്ധിച്ച് പരിഹരിച്ചില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള അപകടങ്ങൾക്ക് 18-ാം പടിയിൽ സാക്ഷ്യം വഹിക്കും എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. 18-ാം പടിയിൽ മാത്രമല്ല, ഫ്ലൈ ഓവറിലായാലും നടപ്പന്തലിലായാലും പോലീസ് അസഭ്യ പ്രയോഗങ്ങൾ നടത്തുന്നു. വളരെ മോശമായി ക്രിമിനൽസിനോട് എന്ന പോലെ പെരുമാറുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 4 ദിവസമായി നമുക്ക് ഭക്തരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം. പ്രത്യേകിച്ച് അയൽ സംസ്ഥാന ഭക്തജനങ്ങളെ വളരെ രോക്ഷമായിട്ടാണ് ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഭക്തന്മാരുടെ തിരക്ക് വർദ്ധിക്കുന്ന സമയത്ത് അവരെ കൃത്യമായിട്ട് ഓരോ ബ്ലോക്കായിട്ട് തിരിച്ച് അവരെ തടഞ്ഞു നിർത്തിയിട്ടാണ് വിടുന്നത്. പക്ഷേ അവരെ പറഞ്ഞു വിടുന്നതും അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നതുമൊക്കെ മൃഗങ്ങളോട് പെരുമാറുന്ന രീതിയിൽ പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരും പെരുമാറുന്നുള്ള പരാതി ഇന്നലെ ഞാൻ വന്ന സമയത്ത് കിട്ടുകയുണ്ടായി. മൃഗങ്ങളോടെന്നുള്ള പോലെ പെരുമാറുന്നു, വളരെ റൂഡായിട്ട് പെരുമാറുന്നു, മര്യാദകെട്ട അല്ലെങ്കിൽ വളരെ അസഭ്യം ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പന്മാരെ ശരീരത്തിൽ പിടിച്ച് തള്ളുന്ന സാഹചര്യത്തിലേക്ക് ഈ മറ്റ് സ്ഥലങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്ന സ്വഭാവത്തോടു കൂടി ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ എത്തുന്ന അയ്യപ്പന്മാരുടെ ആ മനോനില തെറ്റാണ്. ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാർക്ക് കുറച്ചുകൂടി അയ്യപ്പന്മാരോട് പെരുമാറാനുള്ള ട്രെയിനിങ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി പകരം പരിണതപ്രജ്ഞരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിയമിക്കണമെന്നാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാം. വ്യാപകമായിട്ടുള്ള പരാതിയാണ്. ഹൈന്ദവ സംഘടന എന്ന നിലയിൽ ഹിന്ദു ഐക്യവേദിയുടെ ഒരു ഇടപെടൽ ഏത് തരത്തിലായിരിക്കും ഇനി ഉണ്ടാകുന്ന? ഒരു പരാതിയൊക്കെ ആയിട്ട് മുന്നോട്ട്, അല്ലെങ്കിൽ ഒരു വാക്കാലെങ്കിലും ഒരു പരാതി അറിയിക്കുന്നത്? ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇന്ന് ശബരിമലയുടെ ചാർജുള്ള ADGP ശ്രീജിത്ത് സാറിനെ കാണാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൂടെ അദ്ദേഹത്തോട് പറയണം എന്നാണ് വിചാരിച്ചിരുന്നത്. ഇന്ന് അദ്ദേഹത്തിന് രാവിലെ അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല, അദ്ദേഹം ഫ്രീ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമീപത്ത് തന്നെ നമ്മൾ ഈ വിഷയം ഉന്നയിക്കും. ADGPക്കാണ്, ശ്രീജിത്തിനാണ് ഇപ്പോൾ ശബരിമലയുടെ ചുമതല ഉള്ളത്. അദ്ദേഹത്തിനോട് നമ്മൾ ആ കാര്യം നേരിട്ട് പറയുക തന്നെ ചെയ്യും.